പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. യോന പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: യോനായുടെ പുസ്തകം ആരംഭിക്കുന്നത് ഏത് വാക്കോടു കൂടിയാണ്? ഉത്തരം: അമിത്തായുടെ. ക്വസ്റ്റ്യൻ: യോനായുടെ പിതാവ്. ഉത്തരം: അമിത്തായി. യോന 1:1. ക്വസ്റ്റ്യൻ: ഏത് നഗരത്തിന് വിരോധമായി പ്രസംഗിക്കുവാനാണ് യോനായ്ക്ക് അരുളപ്പാടുണ്ടായത്? ഉത്തരം: നിനവേ. 1:1. ക്വസ്റ്റ്യൻ: നിനവേക്കാരുടെ എന്താണ് ദൈവസന്നിധിയിൽ എത്തിയത്? ഉത്തരം: അവരുടെ ദുഷ്ടത. 1:2. ക്വസ്റ്റ്യൻ: ഏതുവിധം പ്രസംഗം ചെയ്യുവാനാണ് യഹോവ യോന പ്രവാചകനോട് ആവശ്യപ്പെട്ടത്? ഉത്തരം: വിരോധമായി പ്രസംഗിക്കുവാൻ. 1:2. ക്വസ്റ്റ്യൻ: യോന എവിടെ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്നു? ഉത്തരം: യഹോവയുടെ സന്നിധിയിൽ നിന്ന്. 1:3. ക്വസ്റ്റ്യൻ: ഏത് തുറമുഖത്തു നിന്നാണ് യോന തർശീശിലേക്ക് കപ്പൽ കയറിയത്? ഉത്തരം: യാഫോവിൽ നിന്ന്. 1:3. ക്വസ്റ്റ്യൻ: മഹാനഗരമായ നിനവയിലേക്ക് പോകുന്നതിനു പകരം യോന പോയതെവിടേക്ക്? ഉത്തരം: തർശീശിലേക്ക്. 1:3. ക്വസ്റ്റ്യൻ: യോന കയറിയ കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം യഹോവ സമുദ്രത്തിൽ അടിപ്പിച്ച കാറ്റ്? ഉത്തരം: പെരുങ്കാറ്റ്. 1:4. ക്വസ്റ്റ്യൻ: കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ എന്താണ് ഉണ്ടായത്? ഉത്തരം: വലിയൊരു കോൾ. 1:4. ക്വസ്റ്റ്യൻ: ആരാണ് ഭയപ്പെട്ട് താന്താൻ്റെ ദേവനോട് നിലവിളിച്ചത്? ഉത്തരം: കപ്പൽക്കാർ. 1:5. ക്വസ്റ്റ്യൻ: തർശീശിലേക്കുള്ള യാത്രികരുടെ കപ്പൽ തകർന്നു പോകുവാൻ തുടങ്ങുമ്പോൾ അവർ ഭയപ്പെട്ട് ആദ്യം ചെയ്ത പ്രവൃത്തി എന്തായിരുന്നു? ഉത്തരം: ഓരോരുത്തരും താന്താൻ്റെ ദേവനോട് നിലവിളിച്ചു. 1:5. ക്വസ്റ്റ്യൻ: യോന കപ്പലിൽ ഉറങ്ങിയത് എവിടെ? ഉത്തരം: കപ്പലിൻ്റെ അടിത്തട്ടിൽ. 1:5. ക്വസ്റ്റ്യൻ: കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്ന് നല്ലവണ്ണം ഉറങ്ങിയതാര്? ഉത്തരം: യോന. 1:5. ക്വസ്റ്റ്യൻ: യോനായോട് ആരാണ് നീ ഉറങ്ങുന്നത് എന്ത്, എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്ക എന്ന് പറഞ്ഞത്? ഉത്തരം: കപ്പൽ പ്രമാണി. 1:6. ക്വസ്റ്റ്യൻ: എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്ക, നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കും. ആരോട് പറഞ്ഞു? ഉത്തരം: കപ്പൽ പ്രമാണി യോനായോട്. 1:6. ക്വസ്റ്റ്യൻ: ആരുടെ നിമിത്തമാണ് ഈ അനർത്ഥം വന്നത് എന്നറിയേണ്ടതിന് ചീട്ടിട്ടപ്പോൾ ചീട്ട് വീണത് ആർക്ക്? ഉത്തരം: യോനായ്ക്ക്. 1:7. ക്വസ്റ്റ്യൻ: കപ്പൽക്കാർ യോനായോട് ചോദിച്ച 4 ചോദ്യങ്ങൾ. ഉത്തരം: തൊഴിൽ, പുറപ്പെട്ട സ്ഥലം, നാട്, ജാതി. 1:8. ക്വസ്റ്റ്യൻ: ആരുടെ നിമിത്തം ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നു എന്ന് നീ പറഞ്ഞു തരേണം. ആരോട് പറഞ്ഞു? ഉത്തരം: കപ്പൽ യാത്രികർ യോനായോട്. 1:9. ക്വസ്റ്റ്യൻ: ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം: യോന. 1:9. ക്വസ്റ്റ്യൻ: യോന ഏത് ജാതിക്കാരനാണ്? ഉത്തരം: എബ്രായൻ. 1:9. ക്വസ്റ്റ്യൻ: 4 ചോദ്യങ്ങൾ അവർ എന്നോട് ചോദിച്ചു, 2 ഉത്തരം ഞാൻ പറഞ്ഞു. കേട്ടവർ ഭ്രമിച്ചുപോയി. ഞാൻ ആര്? ചോദ്യം ചോദിച്ചതാര്? 4 ചോദ്യങ്ങൾ ഏതെല്ലാം? ഞാൻ കൊടുത്ത 2 ഉത്തരങ്ങൾ ഏതെല്ലാം?
ഉത്തരം ഞാൻ യോന. ചോദ്യം ചോദിച്ചത് കപ്പൽ പ്രമാണിയും കൂട്ടരും. 4 ചോദ്യങ്ങൾ. നിന്റെ തൊഴിലെന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാട് ഏത്? നീ ഏത് ജാതിക്കാരൻ? 2 ഉത്തരങ്ങൾ. ഞാനൊരു എബ്രായൻ. കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു. ക്വസ്റ്റ്യൻ. യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയവൻ? ഉത്തരം യോന. 1:10. ക്വസ്റ്റ്യൻ. നീ എന്തിന് അങ്ങനെ ചെയ്തു? ആരോട് പറഞ്ഞു? ഉത്തരം കപ്പൽ യാത്രികർ യോനായോട്. 1:10. ക്വസ്റ്റ്യൻ. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആരോട് പറഞ്ഞു? ഉത്തരം യോന കപ്പൽ യാത്രികരോട്. 1:12. ക്വസ്റ്റ്യൻ. എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളവിൻ, അപ്പോൾ സമുദ്രം അടങ്ങും. ആരോട് പറഞ്ഞു? ഉത്തരം യോന കപ്പൽ യാത്രികരോട്. 1:12. ക്വസ്റ്റ്യൻ. ഈ മനുഷ്യൻ്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ. ആരോട് പറഞ്ഞു? ഉത്തരം കപ്പൽ യാത്രികർ യഹോവയോട്. 1:14. ക്വസ്റ്റ്യൻ. യഹോവയെ അത്യന്തം ഭയപ്പെട്ട് യഹോവയ്ക്ക് യാഗം കഴിച്ച് നേർച്ചകളും നേർന്നതാര്? ഉത്തരം കപ്പലിൽ ഉണ്ടായിരുന്നവർ. 1:16. ക്വസ്റ്റ്യൻ. യോനായെ വിഴുങ്ങേണ്ടതിന് യഹോവ എന്തിനെയാണ് കൽപ്പിച്ചാക്കിയിരുന്നത്? ഉത്തരം ഒരു മഹാമത്സ്യത്തെ. 1:17. ക്വസ്റ്റ്യൻ. മത്സ്യം വിഴുങ്ങിയ പ്രവാചകൻ? ഉത്തരം യോന. 1:17. ക്വസ്റ്റ്യൻ. യോന എത്ര ദിവസം മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു? ഉത്തരം 3 രാവും 3 പകലും. 1:17. ക്വസ്റ്റ്യൻ. യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് എന്ത് ചെയ്തു? ഉത്തരം തൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു. 2:1. ക്വസ്റ്റ്യൻ. ഒരു ജീവിയുടെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിച്ച വ്യക്തി? ഉത്തരം യോന. 2:1-2. ക്വസ്റ്റ്യൻ. പാതാളത്തിൻ്റെ വയറ്റിലിരുന്ന് അയ്യം വിളിച്ചവൻ? ഉത്തരം യോന. 2:2. ക്വസ്റ്റ്യൻ. തന്നെ എവിടേക്ക് കളഞ്ഞു എന്നാണ് യോന തൻ്റെ പ്രാർത്ഥനയിൽ പറയുന്നത്? ഉത്തരം സമുദ്രമധ്യേ ആഴത്തിൽ ഇട്ട് കളഞ്ഞു. 2:3. ക്വസ്റ്റ്യൻ. പ്രവാഹത്താൽ ചുറ്റപ്പെട്ട യോനായുടെ മീതെ കൂടെ എന്തെല്ലാം കടന്നുപോയി? ഉത്തരം ഓളങ്ങളും തിരകളും. 2:3. ക്വസ്റ്റ്യൻ. നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിൽ ഇട്ട് കളഞ്ഞു. പ്രവാഹം എന്നെ ചുറ്റി. നിന്റെ ഓളങ്ങളും തിരകളുമെല്ലാം എൻ്റെ മീതെ കടന്നുപോയി എന്ന് യഹോവയോട് പറഞ്ഞവൻ ആര്? ഉത്തരം യോന. 2:3. ക്വസ്റ്റ്യൻ. താൻ എവിടെ നിന്ന് നീക്കപ്പെട്ടു എന്നാണ് യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് പറയുന്നത്? ഉത്തരം യഹോവയുടെ ദൃഷ്ടിയിൽ നിന്ന്. 2:4. ക്വസ്റ്റ്യൻ. യഹോവയുടെ ദൃഷ്ടിയിൽ നിന്ന് താൻ നീക്കപ്പെട്ടെങ്കിലും എവിടേക്ക് നോക്കിക്കൊണ്ടിരിക്കുമെന്നാണ് യോന പറയുന്നത്? ഉത്തരം വിശുദ്ധ മന്ദിരത്തിങ്കലേക്ക്. 2:4. ക്വസ്റ്റ്യൻ. യോനയ്ക്ക് പ്രാണനോളം എന്നെ വളഞ്ഞു എന്നത് എന്തായിരുന്നു? ഉത്തരം വെള്ളം. 2:5. ക്വസ്റ്റ്യൻ. ആഴിയിൽ യോനയ്ക്ക് തലപ്പാവായിരുന്നത് എന്തായിരുന്നു? ഉത്തരം കടൽപ്പുല്ല്. 2:5. ക്വസ്റ്റ്യൻ. യോന എന്തിൻ്റെ അടിവാരങ്ങളോളം ഇറങ്ങി എന്നാണ് മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് പറയുന്നത്? ഉത്തരം പർവ്വതങ്ങളുടെ. 2:6. ക്വസ്റ്റ്യൻ. എന്നെ സദാകാലത്തേക്ക് അടച്ചിരിക്കുന്നു. എങ്ങനെയാണ് യോനായെ അടച്ചു കളഞ്ഞത്? ഉത്തരം ഭൂമി തൻ്റെ ഓടാമ്പലുകളാൽ. 2:6.
ക്വസ്റ്റ്യൻ: ഭൂമി എന്തിനാൽ തന്നെ സദാകാലത്തേക്ക് അടച്ചിരിക്കുന്നു എന്നാണ് യോന പറഞ്ഞത്? ഉത്തരം: തൻ്റെ ഓടാമ്പലുകളാൽ. 2:6. ക്വസ്റ്റ്യൻ: നീയോ എൻ്റെ ദൈവമായ യഹോവേ, എൻ്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം: യോന. 2:6. ക്വസ്റ്റ്യൻ: എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഈ സമയം യോന ചെയ്തത് എന്തായിരുന്നു? ഉത്തരം: പ്രാർത്ഥിച്ചു. 2:7. ക്വസ്റ്റ്യൻ: തങ്ങളോട് ദയാലുവായവനെ ഉപേക്ഷിക്കുന്നത് ആര്? ഉത്തരം: മിഥ്യാബിംബങ്ങളെ ഭജിക്കുന്നവർ. 2:8. ക്വസ്റ്റ്യൻ: യഹോവയുടെ പക്കൽ നിന്ന് വരുന്നത് എന്ത്? ഉത്തരം: രക്ഷ. 2:9. ക്വസ്റ്റ്യൻ: രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞതാര്? ഉത്തരം: യോന. 2:9. ക്വസ്റ്റ്യൻ: മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന യോന രക്ഷ യഹോവങ്കൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞ് യാഗം അർപ്പിക്കും എന്ന് നേർന്നു. യാഗം എങ്ങനെ അർപ്പിക്കുമെന്നാണ് യോന പറയുന്നത്? ഉത്തരം: സ്തോത്രനാദത്തോടെ. 2:9. ക്വസ്റ്റ്യൻ: ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും, നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും എന്ന് പറഞ്ഞതാര്? ഉത്തരം: യോന. 2:9. ക്വസ്റ്റ്യൻ: യോനായുടെ പ്രാർത്ഥന രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായം ഏത്? ഉത്തരം: 2-ാം അധ്യായം. ക്വസ്റ്റ്യൻ: യഹോവയുടെ കൽപ്പന പ്രകാരം മത്സ്യം കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞതാരേ? ഉത്തരം: യോനായെ. 2:10. ക്വസ്റ്റ്യൻ: എന്തുകൊണ്ടാണ് മത്സ്യം യോനായെ കരയ്ക്ക് ഛർദ്ദിച്ചത്? ഉത്തരം: യഹോവ കൽപ്പിച്ചതുകൊണ്ട്. 2:10. ക്വസ്റ്റ്യൻ: മത്സ്യം ഛർദ്ദിച്ച മനുഷ്യൻ? ഉത്തരം: യോന. 2:10. ക്വസ്റ്റ്യൻ: യഹോവ 2-ാം പ്രാവശ്യം യോനായോട് കൽപ്പിച്ചത് എന്താണ്? ഉത്തരം: നീ പുറപ്പെട്ട് മഹാനഗരമായ നിനിവേയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്ക. 3:3. ക്വസ്റ്റ്യൻ: 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായൊരു നഗരം? ഉത്തരം: നിനവേ. 3:3. ക്വസ്റ്റ്യൻ: യഹോവയുടെ കൽപ്പനയോട് യോന 2-ാം തവണ പ്രതികരിച്ചത് എങ്ങനെയാണ്? ഉത്തരം: കൽപ്പനപ്രകാരം ചെയ്തു. 3:3. ക്വസ്റ്റ്യൻ: നിനവേ അതിൻ്റെ വ്യാപ്തിയിൽ എത്ര ദിവസത്തെ വഴിയുള്ള ഒരു നഗരമായിരുന്നു? ഉത്തരം: 3 ദിവസത്തെ വഴി. 3:3. ക്വസ്റ്റ്യൻ: എത്രാം ദിവസമാണ് യോന നിനവേ നഗരത്തിൽ കടന്ന് ദൂത് ഘോഷിച്ചത്? ഉത്തരം: 1 ദിവസത്തെ വഴി ചെന്നപ്പോൾ. 3:4. ക്വസ്റ്റ്യൻ: യോന നിനവേയിൽ ചെന്ന് ഘോഷിച്ചു പറഞ്ഞത് എന്ത്? ഉത്തരം: ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകും. 3:4. ക്വസ്റ്റ്യൻ: ഉപവാസം പരസ്യം ചെയ്ത് വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്തത് എവിടത്തുകാർ? ഉത്തരം: നിനവേക്കാർ. 3:5. ക്വസ്റ്റ്യൻ: രട്ടുടുത്ത് വെണ്ണീറിലിരുന്ന ജാതീയ രാജാവ്? ഉത്തരം: നിനവേ രാജാവ്. 3:6. ക്വസ്റ്റ്യൻ: നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് എന്ത് പരസ്യം ചെയ്തു? ഉത്തരം: ഒരു ഉപവാസം. 3:5. ക്വസ്റ്റ്യൻ: നിനവേ രാജാവ് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് എന്ത് നീക്കിവെച്ച് രട്ടുപുതച്ചു വെണ്ണീറിലിരുന്നു? ഉത്തരം: രാജവസ്ത്രം. 3:6. ക്വസ്റ്റ്യൻ: വർത്തമാനം നിനവേ രാജാവിൻ്റെ അടുക്കലെത്തിയപ്പോൾ രാജാവ് എന്ത് ചെയ്തു?
ഉത്തരം: സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു, രാജവസ്ത്രം നീക്കി വെച്ചു, രട്ട് പുതച്ചു, വെണ്ണീറിലിരുന്നു. 3-6. ക്വസ്റ്റ്യൻ: മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്, മേയുകയും വെള്ളം കുടിക്കുകയും അരുത് എന്നത് ആരുടെ ആജ്ഞ? ഉത്തരം: നിനവേ രാജാവിൻ്റെയും അവൻ്റെ മഹത്തുക്കളുടെയും ആജ്ഞ. 3-7. ക്വസ്റ്റ്യൻ: ഓരോരുത്തൻ താൻ താൻ്റെ ദുർമാർഗവും താൻ താൻ്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരിയണമെന്ന് നിനവേയിൽ എങ്ങും ഘോഷിച്ചു പരസ്യമാക്കിയതാര്? ഉത്തരം: നിനവേയിലെ രാജാവ്. 3-8. ക്വസ്റ്റ്യൻ: ആരെല്ലാം രട്ട് പുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ച് അപേക്ഷിക്കണം എന്ന് രാജാവ് കൽപ്പിച്ചു? ഉത്തരം: മനുഷ്യനും മൃഗവും. 3-8. ക്വസ്റ്റ്യൻ: നിനവേക്കാർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം മനസ്സിലാക്കിയത് എങ്ങനെ? ഉത്തരം: അവരുടെ പ്രവൃത്തികളാൽ. 3-10. ക്വസ്റ്റ്യൻ: ഒരു പട്ടണത്തിന് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചു. ആ പട്ടണം ഏത്? ഉത്തരം: നിനവേ. 3-10. ക്വസ്റ്റ്യൻ: നിനവേക്കാരുടെ മാനസാന്തരം ആർക്കിഷ്ടപ്പെട്ടില്ല? ഉത്തരം: യോന. 4-1. ക്വസ്റ്റ്യൻ: നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയവുമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്നവൻ എന്ന് പറഞ്ഞതാര്? ഉത്തരം: യോന. 4-2. ക്വസ്റ്റ്യൻ: എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞതാര് ആരോട്? ഉത്തരം: യോന യഹോവയോട്. 4-3. ക്വസ്റ്റ്യൻ: നിനവയിൽ വെച്ച് മരണം കൊതിച്ച പ്രവാചകൻ? ഉത്തരം: യോന. 4-3. ക്വസ്റ്റ്യൻ: ദൈവത്തോട് കോപിച്ച പ്രവാചകൻ? ഉത്തരം: യോന. 4-4. ക്വസ്റ്റ്യൻ: നീ കോപിക്കുന്നത് വിഹിതമോ? ആര് ആരോട് ചോദിച്ചു? ഉത്തരം: യഹോവ യോനായോട്. 4-3. ക്വസ്റ്റ്യൻ: യോന നഗരം വിട്ടു ചെന്ന് നഗരത്തിൻ്റെ ഏത് വശത്ത് ഇരുന്നു? ഉത്തരം: കിഴക്കേ വശത്ത്. 4-5. ക്വസ്റ്റ്യൻ: നഗരം വിട്ടു ചെന്ന് കുടിലുണ്ടാക്കിയവൻ ആര്? ഉത്തരം: യോന. 4-5. ക്വസ്റ്റ്യൻ: യോന നഗരത്തിന് എന്ത് ഭവിക്കും എന്ന് കാണുവോളം എന്തിന് കീഴെ തണലിൽ പാർത്തു? ഉത്തരം: ഒരു കുടിൽ. 4-5. ക്വസ്റ്റ്യൻ: യോന കുടിലുണ്ടാക്കിയതെവിടെ? ഉത്തരം: നിനവേ നഗരത്തിൻ്റെ കിഴക്കേ വശത്ത്. 4-5. ക്വസ്റ്റ്യൻ: നഗരത്തിൻ്റെ അനർത്ഥം കാണാൻ കുടിലുണ്ടാക്കി പാർത്ത പ്രവാചകൻ? ഉത്തരം: യോന. 4-5. ക്വസ്റ്റ്യൻ: യോനായുടെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം കൽപ്പിച്ചുണ്ടാക്കിയതെന്ത്? ഉത്തരം: ആവണക്ക്. 4-6. ക്വസ്റ്റ്യൻ: യോന എന്തു നിമിത്തമാണ് അത്യന്തം സന്തോഷിച്ചത്? ഉത്തരം: ആവണക്ക് നിമിത്തം. 4-6. ക്വസ്റ്റ്യൻ: ആവണക്കിനെ നശിപ്പിച്ചതാര്? ഉത്തരം: പുഴു. 4-7. ക്വസ്റ്റ്യൻ: അത് ആവണക്ക് കുത്തിക്കളഞ്ഞു, അത് വാടിപ്പോയി. ഏത്? ഉത്തരം: ദൈവം കൽപ്പിച്ചുണ്ടാക്കിയ പുഴു. 4-7. ക്വസ്റ്റ്യൻ: സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം കൽപ്പിച്ചു വരുത്തിയതെന്ത്? ഉത്തരം: അത്യുഷ്ണമുള്ളൊരു കിഴക്കൻ കാറ്റ്. 4-8. ക്വസ്റ്റ്യൻ: വെയിൽ തലയിൽ കൊള്ളുകയാൽ
ക്ഷീണിച്ചു മരിച്ചാൽ കൊള്ളാമെന്ന് ഇച്ഛിച്ച് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞതാര്? ഉത്തരം യോന 4:8. ക്വസ്റ്റ്യൻ: ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് യോന എത്ര പ്രാവശ്യം 4-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്? ഉത്തരം 2 പ്രാവശ്യം. 4:3, 4:8. ക്വസ്റ്റ്യൻ: നടുകയും നനയ്ക്കുകയും വളമിടുകയും ചെയ്യാത്ത ഒരു ചെടിയെ ചൊല്ലി സൃഷ്ടാവായ ദൈവത്തോട് കുപിതനായ വ്യക്തി ആര്? ഉത്തരം യോന 4:8, 9. ക്വസ്റ്റ്യൻ: നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ എന്ന ദൈവത്തിൻ്റെ ചോദ്യത്തിന് യോനായുടെ മറുപടി എന്തായിരുന്നു? ഉത്തരം: ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ. 4:9. ക്വസ്റ്റ്യൻ: താൻ എത്രത്തോളം കോപിക്കുന്നത് വിഹിതം തന്നെ എന്നാണ് യോന യഹോവയോട് പറഞ്ഞത്? ഉത്തരം: മരണപര്യന്തം. 4:9. ക്വസ്റ്റ്യൻ: ആവണക്ക് വളർന്നത് എത്ര നാൾ കൊണ്ട്? ഉത്തരം: ഒരു രാത്രി. 4:10. ക്വസ്റ്റ്യൻ: എന്താണ് ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോകുകയും ചെയ്തത്? ഉത്തരം: ആവണക്ക്. 4:10. ക്വസ്റ്റ്യൻ: നിനവേയിൽ ഏകദേശം എത്ര മനുഷ്യർ ഉണ്ടായിരുന്നു? ഉത്തരം: 1,20,000 ചില്വാനം. 4:11. ക്വസ്റ്റ്യൻ: ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്നു രക്ഷപ്പെട്ട നിനവേക്കാർ എത്ര? ഉത്തരം: 1,20,000 ചില്വാനം. 4:11. ക്വസ്റ്റ്യൻ: ദൈവത്തിന് അയ്യോഭാവം തോന്നിയതാരോട്? ഉത്തരം: നിനവേക്കാരോട്. 4:11. ക്വസ്റ്റ്യൻ: യോനായുടെ പുസ്തകത്തിൽ പറയുന്ന പ്രധാന സ്ഥലനാമങ്ങൾ? ഉത്തരം: നിനവേ, തർശീഷ്, യാഫോവ്. ക്വസ്റ്റ്യൻ: യോനായുടെ പുസ്തകത്തിൽ പറയുന്ന 2 ജീവികൾ? ഉത്തരം: 1 മഹാമത്സ്യം, 2 പുഴു. 1:17, 4:7. ക്വസ്റ്റ്യൻ: യോനായുടെ പുസ്തകത്തിൽ പറയുന്ന 2 കാറ്റുകൾ? ഉത്തരം: 1 പെരുങ്കാറ്റ്, 2 കിഴക്കൻ കാറ്റ്. 1:4, 4:8. ക്വസ്റ്റ്യൻ: ബൈബിളിൽ പഴയ നിയമത്തിൽ 4 അധ്യായങ്ങൾ വരുന്ന പുസ്തകങ്ങൾ എത്ര, ഏതെല്ലാം? ഉത്തരം: 3. യോന, രൂത്ത്, മലാക്കി. ക്വസ്റ്റ്യൻ: ഓരോ ചോദ്യത്തോടു കൂടി അവസാനിക്കുന്ന 2 പുസ്തകങ്ങൾ ഏതൊക്കെ? ഉത്തരം: യോന, നഹൂം. ക്വസ്റ്റ്യൻ: യോന പ്രവാചകന്റെ ജന്മദേശം? ഉത്തരം: ഗത്ത് ഹേഫർ. ക്വസ്റ്റ്യൻ: യോന എന്ന പേരിൻ്റെ അർത്ഥം? ഉത്തരം: പ്രാവ്. ക്വസ്റ്റ്യൻ: നിനവയിൽ പോയി പ്രസംഗിച്ചത് ആര്? നിനവയെക്കുറിച്ചുള്ള പ്രവാചക പുസ്തകം എഴുതിയത് ആര്? ഉത്തരം: നിനവയിൽ പോയി പ്രസംഗിച്ചത് യോന. നിനവയെക്കുറിച്ചുള്ള പ്രവാചക പുസ്തകം എഴുതിയത് നഹൂം. ക്വസ്റ്റ്യൻ: യോന പ്രവാചകനെ കൂടാതെ നിനവയെക്കുറിച്ച് പ്രവചിച്ചത് ആരെല്ലാം? ഉത്തരം: നഹൂം പ്രവാചകൻ, സെഫന്യ പ്രവാചകൻ. ക്വസ്റ്റ്യൻ: യോനായുടെ പുസ്തകത്തിലെ വലിയ അധ്യായമേത്, എത്ര വാക്യങ്ങൾ? ചെറിയ അധ്യായമേത്, എത്ര വാക്യങ്ങൾ? ഉത്തരം: വലിയ അധ്യായം 1, 17 വാക്യങ്ങൾ. ചെറിയ അധ്യായം 2, 3, 10 വാക്യങ്ങൾ വീതം. ക്വസ്റ്റ്യൻ: യോന പ്രവചന പുസ്തകത്തിലെ ഓരോ അധ്യായത്തിലെയും വാക്യങ്ങൾ? ഉത്തരം: 1-ാം അധ്യായം 17 വാക്യങ്ങൾ, 2-ാം അധ്യായം 10 വാക്യങ്ങൾ, 3-ാം അധ്യായം 10 വാക്യങ്ങൾ, 4-ാം അധ്യായം 11 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: യോനായുടെ പുസ്തകം ബൈബിളിലെ എത്രാമത്തെ പുസ്തകം?
എത്ര അധ്യായങ്ങളുണ്ട്, എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം ബൈബിളിലെ 32-ാമത്തെ പുസ്തകം 4 അധ്യായങ്ങൾ 48 വാക്യങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.